ഹലോ. ആരായിരുന്നു? ഇതാര്? ഫസൽ കാരാട്ടാ? അതെ, ആരായിരുന്നു? ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നത്. ആരാണ്? പേരെന്താ? എന്റെ പേര് സഹീദ്. എന്തായിരുന്നു നിങ്ങളെ പേര്? ഇതിൽ മുഹമ്മദിൽ എന്നാണല്ലോ കാണുന്നത്. മുഹമ്മദ് ഉണ്ടാവും. നിങ്ങളെ സിം എടുത്ത പേര് അതാണല്ലോ. അതന്നെ മുഹമ്മദ്, അതിന്റെ അപ്പുറം ഒന്നും ഇല്ല. മുഹമ്മദ് ഞാൻ അത്ര ഇല്ല ശ്രദ്ധിച്ചില്ല. ഇല്ല. നിങ്ങളെന്താ പേര് പറഞ്ഞേ? നിങ്ങളെന്താ പറഞ്ഞേ? മുഹമ്മദ് ഷഹീദ് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അതില്ല. നിങ്ങളാ പറഞ്ഞല്ലോ. നിങ്ങളെ ഓക്കെ, എന്തായിരുന്നു ക്ലിപ്പെല്ലാം, വിളിച്ചത്? അല്ല നിങ്ങളെ ക്ലിപ്പെല്ലാം കാണുന്നുണ്ട്, വീഡിയോ ക്ലിപ്പെല്ലോ. ക്ലിപ്പോ? നിങ്ങൾ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഇറക്കല്ലേ? വീഡിയോ ചെയ്യാറുണ്ട്. വീഡിയോ ഏതിലാ കാണാറ്? ചെയ്യാറുണ്ട്, എല്ലാത്തിനും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ എന്തായിരുന്നു? പേര് അല്ല ചോദിക്കല്ല. ആ, എന്തായിരുന്നു നിങ്ങൾ വിളിച്ചത്? അയാൾ വിളിച്ചതെന്നുള്ള അല്ല, ചിലതിലും ചില പോരായ്മകളെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ്. എന്താണ് നിങ്ങൾ പോരായ്മയായിട്ട് കാണുന്നത്? അത് അത് ഈ മുസ്ലിംസിന് എതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങള് ഞാൻ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുസ്ലിമിനെതിരായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കണ്ടാൽ ഞാൻ വീഡിയോ ചെയ്യുന്ന അങ്ങ് നിർത്തിക്കോളാം. നിങ്ങൾ ഏത് വീഡിയോ? ഞാൻ മതത്തിനെതിരെ പറഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിരുന്നാല് മതത്തില്ല, പൊതുവേ ഈ ഞാൻ ഹമാസിനെ എതിർത്താണോ നിങ്ങൾക്ക് പ്രശ്നം? ആണോ? അല്ലെ ഞാൻ പലസ്തീനിലും ഇസ്രായേലിലും മനുഷ്യത്വം ഒരുപോലെ വേണമെന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നം? അല്ല നമ്മളെ അല്ലെ മോദിയും അല്ലെ രാജ്യത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന പ്രശ്നം? ഫസൽ, ഞാൻ പറയുന്നേക്കാം എന്ന് പറഞ്ഞാല് ഈ ജിഹാദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ? ചില വീഡിയോകൾ ജിഹാദികൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. ലോകത്ത് എന്ത് ഭീകരവാദം നടത്തിയാലും ഭീകരവാദികൾ വിളിക്കലുണ്ട് ജിഹാദാണ് ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ജിഹാദികളെ എതിർക്കുന്നത്. ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. ഇപ്പൊ ഏത് ഭീകരാക്രമണം നടത്തിയാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ജിഹാദ് വിജയിച്ചു, ഞങ്ങൾ ജിഹാദ് നടത്തിയെന്നും ഭീകരർ പറയാറുണ്ട്. ഇല്ലേ? പറയാറുണ്ടോ അല്ലേ? എന്റെ സിമ്പിൾ ചോദ്യം, ഭീകരർ അത് പറയാറുണ്ടോ അല്ലേ? അങ്ങനെ പറയല്ല. നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അയച്ചുതരാം. അതായത് നിങ്ങൾ ചോദിച്ചതിന് ഞാനൊരു ഉത്തരം പറയട്ടെ. അതായത് പറഞ്ഞോളൂ. ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാല്, നിങ്ങളൊന്നും വേണ്ട, നിങ്ങളെ ജെമിനി ഉണ്ടാവും, ചാറ്റ് GPT ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ജസ്റ്റ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി. ഞാനും നിങ്ങൾ പറയുന്ന ചാറ്റ് GPTയും ഗൂഗിളും ഒക്കെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിലും ആണ് കാണുന്നത്. അതായത് ഒരു ഭീകരാക്രമണം നടത്തിയാല് ഒരു ഭീകരാക്രമണം ഭീകരർ നടത്തിയിട്ട് അവരെ ജിഹാദ് നടത്തിയെന്നും ജിഹാദ് വിജയിച്ചെന്നും ഞങ്ങളെ ജിഹാദ് ആണെന്ന് അവര് പറയുന്നുണ്ട്. ഉണ്ടോ അല്ലേ? ഞാൻ അതാണ് ജിഹാദികൾ എന്ന് പറയാറുള്ളത്. ഡിയർ ഫസൽ, ഞാൻ പറയുന്നത്, ഞാൻ ഗൾഫിൽ 28 വർഷമായി. ഞാൻ UAE ഒരു വക സ്ഥലത്തെല്ലാം ഞാൻ വർക്ക് ചെയ്തതാണ്. ഞാൻ ഒരുപാട് രാഷ്ട്രത്തിലെ ജനങ്ങളായിട്ട് മിങ്കിൾ ചെയ്തതാണ്. നീ പറയുന്ന ഈ ഫലസ്തീന്, അതുപോലെ തന്നെ ഇസ്രായേല്, എന്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഇസ്രായേലുണ്ട്, പൈലറ്റ് ആയിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ജിഹാദ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു മതത്തിന്റെ ഇതൊന്നുമല്ല. ജിഹാദും ഈ ലവ് ജിഹാദ് ഒരു മതത്തിന്റെ ഒന്നും അല്ല നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ ജിഹാദ് എന്ന് പറഞ്ഞാല് അത് നിങ്ങളെ ഇപ്പൊ ഒരു ഇത് ചെയ്യുന്നെങ്കിൽ, ഇപ്പൊ നിങ്ങളെ ദേഹത്തോട് ഒരാള് ഇത് ചെയ്യുന്നുണ്ട്, ഒരു ഉപകാരം. നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ ജിഹാദ് എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ ഒന്നും അല്ല നിങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെയല്ലല്ല. ഈ ലവ്, ഞാൻ പറഞ്ഞ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നില്ലേ, ഇത് അതും ഇതായത് ലവ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. അത് നിങ്ങളെ അല്ല, ഇല്ല. ലവ് വേറെ, അല്ലല്ല, ലവ് വേറെ, ജിഹാദ് വേറെ. ഇല്ല ഇല്ല, ലവ് ജിഹാദ് ഇല്ല. അത് നിങ്ങൾ അല്ലല്ല, ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞില്ല. ലവ് ഉണ്ട്, ലവ് ഇല്ലാണ്ടൊന്നും നടക്കൂലല്ലോ. ജിഹാദ് വേറെ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാ. അതില്ലാന്ന് പറയുമ്പോ എന്താ പ്രശ്നം അറിയോ? ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ലേ, ഒരു ഉസ്ബെക്കിസ്ഥാനില് അനുകൂലിച്ചില്ലേ? പ്രതി അംഗീകരിച്ചത് എന്തുകൊണ്ടാ? അല്ല, അറിയാൻ ചോദിക്കാം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞത്, ഞാനൊരു പ്രണയത്തിനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിവാഹം കഴിക്കുന്നതിനൊന്നും എതിരുള്ള ഒരാളൊന്നല്ല. പക്ഷേ മതത്തിന്റെ പേരിൽ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഒരാൾ വിവാഹം കഴിക്കുന്നതിനാണ് ഞാൻ എതിർക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ കല്യാണം കഴിച്ചിരിക്കുക, അതൊരു പ്രശ്നമില്ല. പക്ഷെ മതം മാറ്റാൻ വേണ്ടി കല്യാണം കഴിക്കരുത്, അത്രേ ഉള്ളൂ. ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന മതം ഏതാണെന്ന് അറിയാം? അതൊന്നും ഞാൻ കണക്കെടുത്തില്ല ഇതുവരെ. അതൊന്ന് ചാറ്റ് GPTയോട് ഞാൻ എന്തിന് കണക്കെടുക്കണം? എനിക്ക് ഏത് മതം വളർന്നാലും ഒരു പ്രശ്നമില്ല. അല്ല, പറയുന്നേക്ക് ഇസ്ലാം മതമാണ് ഒന്നത്. അതില് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ പറയുന്നേക്ക്
ഈ ഇസ്ലാമിന് ഓക്കെ, അത് വളർന്നോലെ വളർന്നില്ലോലെ. ഞാൻ പറയട്ടെ, ഞാൻ സിമ്പിൾ ചോദിക്കട്ടെ. അല്ല, നിങ്ങൾ എന്നോട് പോയി കണക്ക് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മതം വളർന്നതോ വളർന്നില്ല ഇതൊക്കെ കണക്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ കാര്യം കിട്ടുന്നത്? വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് സമാനത്തിലേക്ക് ജീവിച്ചാൽ പോലെ രാജ്യത്ത് ഞാൻ പറയും ഫസൽ എന്ന് പറഞ്ഞാല് ഞമ്മക്ക് ഇസ്ലാമിലേക്കും ഒരാളും വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ വേണ്ട. നിങ്ങളിതൊക്കെ എന്നോട് എന്തിനു പറയും? ഞാൻ മതം ചർച്ച ചെയ്യുന്ന ഒരാളാണോ? നിങ്ങൾ വിളിച്ചിട്ടുള്ളത് ഒരു ഉസ്താദിനെ അല്ല വിളിച്ചത്. നിങ്ങൾ വിളിച്ചിട്ടുള്ളത് പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഫസലിനെ അല്ലേ? അപ്പൊ ഫസലിനോട് നിങ്ങൾ പൊളിറ്റിക്സ് സംസാരിക്കും, ഞാൻ മറുപടി പറയാം. പൊളിറ്റിക്സിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഈ മതത്തിനെടുക്കുന്ന നിങ്ങളല്ലേ അതെങ്ങനെ ജിഹാദ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞില്ലേ, ഭീകരവാദത്തിന് ഞാൻ എതിർക്കാറുണ്ട്. അതിന്റെ എന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആരോ അവർക്കെതിരെ പറയും. അത് പറയണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ഇസ്ലാമിനെ ചെയ്തത് എങ്ങനെ? അത് ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ലേ മെഡിക്കൽ 2 വിദ്യാർത്ഥികളെ ഒരു ഹിന്ദു പെണ്ണ് ഒരു മുസ്ലിം ചെക്കൻ ലാപ്ടോപ്പോടെ അടിച്ചു കൊന്നു, അതല്ലേ? അത് തീർച്ചയായിട്ടും അവനെ ഇവിടെ ഇറങ്ങി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മോദിജി കൊന്നാല് മോദിജി പറയണോ? കാരണം എന്റെ സ്വന്തമല്ല, നിങ്ങൾ അപ്പൊ നമ്മളെ മോദിജി നമ്മളെ മോദിജി കൊന്നാലേ ഞാൻ വേണമെങ്കിൽ അയാളെ കൊല്ലണം. അതില്ല, നിയമപരമാണ്. അതും ശരിയല്ല. നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റുണ്ടല്ലേ? അല്ലല്ല, ഒരാള് തെറ്റ് ചെയ്താൽ നിയമപരമായിട്ട് ചെയ്യാം, മനസ്സിലല്ലേ? കോടതി തീരുമാനിക്കട്ടെ. ഞാൻ പറയണ്ട, ഇത് നിങ്ങള് കുറെ ആൾക്കാർ പറയും, ഒന്നും അറിയില്ല ഇതിന്റെ പൂർണ്ണ രൂപം. ഓക്കെ, ഇത് നിങ്ങൾ പറയുന്നത് ഈ മതപരിവർത്തനം നടത്തി എന്ന് പറയുന്നത് അത് ശരിയായ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അല്ല, നമ്മളിവിടെയുള്ള ന്യൂസുകൾ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞത് ഞാൻ കണ്ട വാർത്ത ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. എല്ലാ പിന്നെ ഇതിലും ചാനലിലും ഇത് തന്നെ ബന്ധുക്കള് എന്താന്നാ പറയുന്ന കാരണം ഇവർ തമ്മിലുള്ള ബന്ധമല്ല പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മരണപ്പെട്ട രക്ഷിതാക്കൾ പറയുമ്പോ ഇത് എഗനിസ്റ്റ് ഒരു മുസ്ലിമായി, ഓക്കെ, ഇത് ഒരു ഹിന്ദു ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ലോകത്ത്. അത് നിങ്ങൾക്ക് വെറുതെ തോന്നല്ലേ? അത് ഇവിടെ നിങ്ങൾ അത് ശരിയല്ല പറയുന്നത്. ഞാൻ സിമ്പിൾ ആയി ചോദിക്കട്ടെ, ഞാൻ സിമ്പിൾ ഒരു കാര്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞെന്താ ഇപ്പൊ നേരെ തിരിച്ചാണ് ഒരു പ്രശ്നം. ആര് പറഞ്ഞ് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്? ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. എങ്ങനെ മതപരിവർത്തനം ഇവിടെ ആരാ നടത്തുന്നത്? ഹിന്ദുസ് ഇവിടെ മതപരിവർത്തനം നടത്തുന്നുണ്ടോ? നടത്തുന്നില്ല. പിന്നെ ആരാ നടത്തുന്ന? ഈ നടത്തുന്ന വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? പല ആളുകളും നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് കാണുന്നില്ലേ? ഞാനൊരു കാര്യം പറയാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. ഒറ്റ കാര്യം കൂടിയോ. ഞാൻ ഈ മത ഡിസ്കഷനോ മതത്തിൽ ഞാൻ എന്തെങ്കിലും പ്രവാചകനെതിരെയോ ദൈവത്തിനെതിരെയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. അല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് വിളിച്ച് എന്നോട് പറയുന്നത്? ഈ ജിഹാദ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചത് ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം. നിങ്ങൾ എന്നോട് ചോദിച്ചത് ജിഹാദിന് എന്തിനാണ് എതിർക്കുന്നത്? അപ്പൊ ഞാൻ സിമ്പിളായി പറഞ്ഞേ, ഞാൻ ജിഹാദ് എന്ന് പറയുന്നത് ഭീകരവാദികൾക്കെതിരാണ്. ഓക്കെ, എന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ അതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല ഫസല്, ഈ ഭീകരവാദം നടത്തുന്ന ഞാനെതിരാണ്. പിന്നെന്താ പ്രശ്നം? ഞാൻ പറയുന്നേക്കട്ടാ, ഇത് എല്ലാ മുസ്ലിങ്ങളും നിങ്ങളെ ഉദ്ദേശിക്കുന്ന തീവ്രവാദികളാ. ആരാ ഉദ്ദേശിക്കുന്നത്? ആര് പറഞ്ഞു? ഞാൻ മുസ്ലിമാണ്, എന്റെ ഉമ്മ മുസ്ലിമാണ്, എന്റെ ഉപ്പ മുസ്ലിമാണ്, ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന മുസ്ലിങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എല്ലാരും ഞാൻ ഒരിക്കലും ഇതുവരെ പറഞ്ഞില്ലല്ലോ. പിന്നെ അപ്പൊ ഞാൻ പറയാം, ഈ ജിഹാദിന് വിശ്വാസം ഉണ്ടാ? എങ്ങനെ? ഞാൻ ജിഹാദികളെ എതിർക്കും. ഈ ജിഹാദ് എന്ന് പറഞ്ഞത് ഈ ഫസല്, ഈ ജിഹാദ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുമ്പോൾ ഈ തീവ്രവാദി എന്നല്ല ആണ്. ഞാൻ അങ്ങനെ കേട്ടു. ലോകം മൊത്തം എന്ത് ഭീകരവാദം ജിഹാദ് പ്രകടനം നടത്തുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ വിളിക്കുന്നതിന് പകരം ആ ഭീകരരോട് പോയി പറയും ജിഹാദ് നിങ്ങൾ വിളിക്കരുത്, എന്നാ പിന്നെ അത് മാറാ മതി, ഞാൻ മാറ്റി വിളിച്ചോളാം. അല്ലല്ല ഫസല്, എന്താ പറയാ, ജിഹാദ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇതുണ്ടാ ഈ ജെമിനി എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, നിങ്ങളെ കയ്യിലുണ്ടാവും. എല്ലാം ഉണ്ട്. പറഞ്ഞോളൂ. ഒന്ന് ചോദിക്കാം, ജിഹാദിന്റെ
അതിന്റെ നിർവചനം ഒന്ന് ജിഹാദിന്റെ നിർവചനം വളരെ സിമ്പിൾ ആണ്. അതിന് ഭീകരവാദം നടത്തുന്ന എല്ലാവരും ഭീകരവാദികളെ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അയച്ചു തരണം. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഭീകരവാദികള് ജിഹാദ് പറയുന്നത് നിങ്ങൾക്ക് വേണോ? അല്ല, അവര് പറയുന്നത് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ആ ഭീകരവാദികൾ ജിഹാദ് പറയുന്നത് അനുകൂലിക്കുന്നുണ്ടോ? ഭീകരവാദത്തിന് അനുകൂലമല്ല. പിന്നെ ജിഹാദ് നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് ഏതൊരുത്തൻ എന്ത് ചെയ്താലും പിടിക്കപ്പെടുകയും ചെയ്യണം. അപ്പോ ജിഹാദികൾ നമ്മൾ നിർത്തേ പറ്റൂ. പിന്നെ ഈ മുസ്ലിങ്ങൾ ചില ഇതില് പറയുന്നത് ആരാ പറയുന്നത്? അങ്ങനെ മതം പറയുന്ന ആരാള്? ഇസ്ലാം മതം. ഞാനിപ്പം എ.പി. അഹമ്മദില് എ.പി. അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഞാൻ എ.പി. അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ABC-ല് ഇത് ചെയ്യുന്നിട്ട് അയാളെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു മതത്തിന്റെ എതിരും പറയില്ല. ഞാൻ സുഡാപ്പികൾ എതിർക്കാറുണ്ട്, ജിഹാദികൾ എതിർക്കാറുണ്ട്, തീവ്രവാദികൾ എതിർക്കാറുണ്ട്. അത് മുസ്ലിങ്ങളാന്ന് പറയുന്നത് നിങ്ങളാണ് തെറ്റുകാരൻ, ഞാനല്ല. പക്ഷെ ഞാൻ നിങ്ങൾ ഒന്നിനെ എതിർക്കുന്നില്ല. പിന്നെന്താ ഈ സുന്നത്ത് കഴിക്കുന്നതിനെ എതിർത്തില്ല. ഞാൻ മതപരമായ ആര് പോകുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഞാൻ എതിർക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഫസൽ ഇപ്പൊ ഇതിനിടയ്ക്ക് ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. എന്താ അവൻ പറഞ്ഞത്? ഇസ്രായേലിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇസ്രായേല് സമാധാനമുള്ള ഒരു രാജ്യമാണ്, സുന്ദരമായ രാജ്യം. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയേ? അതോ ഞാൻ അവിടെ പോയി അവിടെ ഇടപഴകി നമ്മുടെ രാജ്യത്തോട് ഒരാഴ്ചത്തേക്ക് പോയല്ലേ? ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഒരു ദിവസം പോയില്ലല്ലോ. അപ്പൊ പറയുന്നത് ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ കേൾക്കേണ്ടി? ഒരിക്കലും പോവാത്ത നിങ്ങള് ഒരാഴ്ച പോയി എന്നോട് പറയുന്നത് ശരിയാണോ? അതില്ല, ഒരു ദിവസം പോവാത്ത നിങ്ങള് ഒരാഴ്ച പോയാൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഒരു ദിവസം പോവാത്ത നിങ്ങള് നാടിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ, ഈ ഒരു നാടിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം പോയില്ലല്ലോ. വേണ്ട. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആ നാടിനെ എതിർക്കുമ്പോൾ എങ്ങനെ എന്റെ രാജ്യമായിട്ടുള്ള ഭാരതം എതിർക്കുന്നുണ്ടെന്ന് എതിർക്കില്ല, നല്ല അനുകൂലമായിട്ട് പറയുന്നുണ്ട്. അർജന്റീന അനുകൂലിക്കുന്നുണ്ടല്ലോ. ഇഷ്ടം പോലെ രാജ്യമുണ്ടല്ലോ. അറബ് രാഷ്ട്രം ഇരിക്കുന്നുണ്ട്. എന്റെ രാജ്യം അനുകൂലിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ള ഞാൻ നോക്കുന്നത്. അനുകൂലിക്കുന്നുണ്ട്. അങ്ങനല്ലാന്ന് ഞാൻ പറഞ്ഞ ഒരുപാട് ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനങ്ങളുടെ ഒരു രാജ്യം. അത് അനുകൂലിച്ചാൽ തന്നെ പോരെ? ഫസലിലെ ഈ ജൂതന്മാർ ഇവരെ ഈ നിങ്ങൾ ഏത് ജൂതനെങ്കിലും പരിചയം ഉണ്ടോ നിങ്ങൾക്ക്? അതന്നെ ഞാൻ പറയുന്നത്. ഉണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാന് വെറുതെ ഉപദ്രവിക്കും ഒരാളെ. പിന്നെന്തിനാ എല്ലാ ജൂതന്മാർക്കെതിരെ? ഞാൻ ചോദിക്കാം ജൂതന്മാർക്കെതിരാവുന്നത്? പറയുന്ന കേൾക്ക്. നിങ്ങളൊരു അയൽവാസി ഓക്കെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഈ സ്ഥലം ഞങ്ങളതാന്ന് പറയുന്നു. നിങ്ങളെ സ്ഥലം കയറി പിടിക്കുമ്പോ അപ്പൊ ഫസല് എന്താ ചെയ്യാ? അംഗീകരിക്കൂല, അറിയൂ, എതിർക്കൂലേ? പക്ഷെ ഇസ്രായേൽ മനസ്സിന് വിഷയം അതല്ലല്ലോ. പിന്നെന്താ? അത് ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ ഫസൽ മനസ്സിലാവും. ചെറിയ കുട്ടികളോട് ചോദിച്ചിട്ട് പഠിക്കാണ്ടിരിക്കുക, ബോധമുള്ളവരോട് ചോദിക്കുക. കുട്ടികളോട് ചോദിക്കാതെ ബോധമുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇസ്രായേൽ ചെയ്യുന്നതാണോ നന്മ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹമാസ് ചെയ്യുന്നതാണോ നന്മ എന്നുള്ളതൊക്കെ. മനസ്സിലായില്ലേ? നിങ്ങൾ ഹമാസിനെ അനുകൂലിക്കട്ടോ? എന്റെ അടുത്തരും ചോദിച്ചില്ല, നിങ്ങൾ ഹമാസിനെ അനുകൂലിക്കണ്ടോ? ഞാൻ തീവ്രവാദത്തിന് എതിരാണ്. ഹമാസിനെതിരല്ലേ? അത് ഹമാസല്ല, ഹമാസിനെതിരാണോ അല്ലേ? ഹമാസിനെതിരാണോ അല്ലേ? എതിരാണ്. എതിരല്ലേ? ഹമാസ് ഇസ്രായേലിലേക്ക് 2023 കടന്നു കയറി തള്ളി പ്രശ്നം മൊത്തം ഉണ്ടായത് 2023 ഇപ്പൊ ലേറ്റസ്റ്റ് വിഷയം തുടങ്ങിയത് 2023 ഒക്ടോബർ 7 ഹമാസ് അങ്ങോട്ട് കടന്നു കയറിയാണോ അല്ലേ? അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ഇത് പറയണോ? നിങ്ങളെല്ലാം ചോദിക്കാൻ ഞാൻ ഉത്തരം അറിയില്ലേ? ഞാൻ ഓരോരുത്തർ പറയട്ടാ. ഞാൻ ചോദിച്ചത് കേട്ടോ, നിങ്ങൾ ഫെബ്രുവരിയില് 28 ഏറ്റവും ആദ്യം ആക്രമിച്ചതാരാ? നിങ്ങൾ ഹമാസിനെ എതിർക്കുന്നു അല്ലേ? ഉണ്ട്, എതിർക്കുന്നുണ്ട്. അങ്ങനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഹമാസ് ആണല്ലോ ഇസ്രായേലിലേക്ക് കടന്നു കയറിയാൽ ആണോ അല്ലേ? നിങ്ങളെന്താ ഇപ്പൊ അറിയുന്നത്? ഈ 2023 1200 ആളുകൾ ഇസ്രായേൽ കൊല്ലപ്പെട്ടോ അല്ലേ? എന്റെ സിമ്പിൾ ചോദ്യം, അതിന് ഉത്തരം പറയും. കൊല്ലപ്പെട്ടോ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. ഇല്ലല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങളോട് സംസാരിക്കും. ഇല്ലല്ല, അല്ലാതെ സംസാരിക്കൂലെന്ന്. ഞാൻ ചോദിക്കുന്നത് 2023 ഒക്ടോബർ 7 ഇസ്രായേൽ 1200-ലധികം ആള് കൊല്ലപ്പെട്ടോ അല്ലേ?
കൊല്ലപ്പെട്ടല്ലേ? ഫലസ്തീനിൽ മരിച്ചിട്ടുള്ള ഞാൻ നിങ്ങളോട് ചോദിച്ചതിന് ഉത്തരം ചോദിക്കും. ചോദ്യം കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊന്നതാരാ? ഹമാസ് അല്ലേ? ഹമാസ്. ഹമാസല്ലേ ഈ പറഞ്ഞ ഗാസൻ ജനതയ്ക്ക് അപകടം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞതാ. നിങ്ങൾ ആദ്യം ഈ ചോദിച്ചതിന് പറയും. അതായത് ഹമാസ് കാരണല്ലേ അപ്പോ ഗാസൻ ജനത ഫുള്ള് പ്രശ്നമായത്? ഞാൻ പറഞ്ഞത് ഫുള്ളായില്ല, ഞാൻ പറഞ്ഞ ഫുള്ളാക്കി. അതായത് ഗാസൻ ജനത ഫുള്ള് സകല ഉപദ്രവം ഏറ്റുവാങ്ങിയ ഹമാസ് ആയിട്ടാണ് എന്നുള്ളത് ആരാ പറഞ്ഞറിയോ? പലസ്തീന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മഹ്മൂദ് അബ്ബാസ് പറഞ്ഞ, അല്ലാണ്ട് ഫസല് പറഞ്ഞല്ല. നായിന്റെ മക്കളാണ് ഹമാസ് എന്ന് പറഞ്ഞത്. ആര്? പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. ഞാനല്ല പറഞ്ഞത്. അപ്പൊ ഇവരാലാണ് ഇസ്രായേലൊന്നും അല്ലാടെ പ്രസിഡന്റ് ആക്കുന്നത്. മനസ്സിലായില്ലേ? ഹമാസിന് അങ്ങനെ ഇല്ലാണ്ടാക്കിയ പ്രസിഡന്റ് തീരും. ഓക്കെ, ഈ ഇസ്രായേലും പലസ്തീനും ഈ 2025 മുതൽ തുടങ്ങിയതാ? അല്ല, 23 മുതലല്ല, അതിന് മുമ്പേ ഉണ്ട്. അതിന് മുമ്പേ ഹമാസും ഉണ്ട്. എത്ര വർഷമായി? എത്രയോ കാലായിട്ടില്ലേ? അപ്പോ എന്ന് പറഞ്ഞാല് ഈ തീവ്രവാദ പ്രവർത്തന ഹമാസൊക്കെ നിന്നാ തന്നെ ഗാസൻ ജനതൊക്കെ ഒന്ന് രക്ഷപ്പെടും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ടീമിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കി, അല്ലാണ്ട് എന്ത് പറയാനാ? എനിക്ക് അങ്ങനെ വലിയ എനിക്കായിട്ട് ടീമില്ല. അല്ല, ഞാൻ നിങ്ങൾ തോൽക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഹമാസിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ഹമാസിന് അനുകൂലമല്ല. പിന്നെ ആർക്കും അനുകൂലം? ഞാൻ വന്ന് തീവ്രവാദം ചെയ്യുന്ന ഈ ലോക. അപ്പൊ നിങ്ങളൊരു കാര്യം ഈ ലോകത്ത് എത്ര രാജ്യാന്നറിയാം നിങ്ങൾ ഈ ഇസ്രായേലിനെതിരായിട്ട് വോട്ട് ചെയ്ത് അറിയാം? നമ്മുടെ രാജ്യത്തിന് ഇപ്പൊ എല്ലാരും എതിരാ. ഞാനെന്ന് പറഞ്ഞേക്ക്, അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ ഇപ്പൊ കുറെ രാജ്യമാണ് നിന്നാൽ നമ്മള് സത്യമല്ല നിങ്ങൾ സമ്മതിക്കും? ഇല്ലല്ലോ, നമ്മള് തന്നെയല്ലേ സത്യോ? അതേപോലെ തന്നെയല്ലേ ഇസ്രായേൽ ചെയ്ത നന്മതാണല്ലോ അവരും നമ്മുടെ രാജ്യം ഉൾപ്പെടെ വിചാരിക്കുന്നത്. പിന്നെന്താ പ്രശ്നം? വിചാരിക്കുന്നതല്ല, സത്യതാണ്. പിന്നെന്താ പ്രശ്നം? അല്ല, ഇസ്രായേല് പിന്നെ നമ്മുടെ രാജ്യം പിന്തുണയ്ക്കുന്നുണ്ടോ? അല്ലേ? ഉണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് എന്താ അറിയോ? പലസ്തീനിലും ഇസ്രായേലിലും സമാധാനം ഉണ്ടാവുന്നു. നമ്മളൊക്കെ അതെന്നെ പൊതുക്കി പിടിക്കുന്നത്. ഈ മൈ ഫ്രണ്ടിനെ നിങ്ങൾ ഈ ഭാരതം നമ്മളെ വിശ്വസിക്കുന്നൊന്നുമില്ല. നമ്മുടെ രാജ്യം നരേന്ദ്രമോദി കൃത്യമായ അത് മാറിയും നിലപാടുകൾ കണ്ടില്ല. അതേപോലെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് എന്താ അറിയോ? നിങ്ങൾ അത് മനസ്സിലാക്കണം. നരേന്ദ്രമോദിന്റെ നിലപാട് എന്താ അറിയോ? നമ്മുടെ മണ്ണിന് അനുകൂലമായിട്ട് നിന്നാൽ നമ്മൾ നിൽക്കും, നമുക്കെതിരായി നിന്നാൽ അത് ഇനി ഏത് ട്രംപ് ആണെങ്കിലും നമ്മൾ എതിർക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഈ ട്രംപ് എന്നല്ല, ഈ നെതന്യാഹുവും ട്രംപും തന്നെ. നിങ്ങൾ നെതന്യാഹു പലസ്തീൻ വിഷയം തീവ്രവാദിയും ഇസ്രായേൽ രാജ്യവും തമ്മിലുള്ള പ്രശ്നം നമ്മളെ രാജ്യത്തോട് കൂട്ടൽ. തീവ്രവാദ രാഷ്ട്രം എന്നാണ് ഈ ജൂതന്മാരും പറയണം. തീവ്രവാദ രാഷ്ട്രമല്ല ഇസ്രായേൽ, തീവ്രവാദ രാഷ്ട്രമാണ് പലസ്തീന. രാഷ്ട്രമല്ല, പ്രദേശം. ആടെ എത്ര എണ്ണുണ്ട് അറിയോ? അതായത് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഏടുള്ളതെന്ന് അറിയോ? പലസ്തീനിലുള്ള ടീം. അതേപോലെ തന്നെ ഹമാസ്, പലസ്തീനിലുള്ള തീവ്രവാദികള്. ഇത്രയും തീവ്രവാദ സംഘടന എങ്ങനെ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഉണ്ടായി വരുന്നത്? അപ്പൊ ആ പ്രശ്നത്തിന്റെ ആ സ്ഥലത്തിന്റെ പ്രശ്നമല്ലേ? അപ്പൊ നമ്മളെ നിങ്ങൾ ഒരു ദിവസം ഇസ്രായേലിൽ വന്നില്ലല്ലോ? നിങ്ങൾ ഒന്ന് ഇസ്രായേലിൽ പോയി നോക്കിയാൽ സമാധാനത്തിൽ ജീവിക്കാം. അതന്നെ ഫസൽ, നിങ്ങളിപ്പോ ഈ ലോകത്ത് തന്നെ ഏറ്റവും സമാധാന രാജ്യം ഫിൻലാൻഡാന്ന് പറയുന്നത്. അല്ലല്ല, എന്റെ ഭാരതാണെന്നാണ് ഞാൻ പറയുന്നത്. ഫിൻലാൻഡ് അല്ല, ഞാൻ പറയുന്നത് എന്റെ രാജ്യമാണെന്നാ. ഞാൻ അത്രയും അങ്ങനല്ല പറയുന്ന കേൾക്ക്. അത് ഇത് ഇൻഡെക്സിൽ വരുന്നതാണ്. ഏറ്റവും ഇൻഡെക്സിൽ വരുമല്ലോ. നിങ്ങൾ സമാധാനത്തിനാണോ ജീവിക്കുന്നത്? സമാധാനം എന്ത്? ഈ സമാധാനം സമാധാനത്തിനാണോ ഈ രാജ്യത്ത് ജീവിക്കുന്നതാണല്ലേ? തന്നെ സമാധാനത്തിൽ തന്നെ. മോദി ഭരിക്കുന്ന രാജ്യത്ത് ഓക്കെ അല്ലേ? നിങ്ങൾ തന്നെ ഓക്കെയാണ്. ഓക്കെയാണ്. സമാധാനത്തിൽ ജീവിക്കാൻ നോക്കി. വെറുതെ ഈ 14 കൊല്ലല്ല, ഞാനിപ്പോ 55 വയസ്സായി. അതിന് മൈനസ് ആയിട്ട് 35 കൊല്ലം സമാധാനം തന്നെ ഇരിക്കണം. പിന്നെ പ്രശ്നം എങ്ങനെ? എന്നാല് രാജീവ് ഗാന്ധി കേട്ടില്ല. ഞാൻ പറഞ്ഞാല് നിങ്ങൾക്ക് എത്ര വയസ്സായി? 55 വയസ്സോ? 55. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾ ജീവിച്ചിനോ? പറയുന്നൊക്കെ അല്ല, ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞ അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ 94. ഈ ഇന്ദിരാഗാന്ധി വിളിക്കുന്നത് 1984. അപ്പൊ നിങ്ങൾ ജീവിച്ചിനോ? ഞാൻ 84 ഞാനുണ്ടല്ലോ. സമാധാനം എന്താ സമാധാനം? ആരില്ല. സമാധാനം ഞാൻ ജനിക്കുന്നത്. എങ്ങനെ? ഏത് വർഷം? 1969. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾ ജീവിച്ചു ഈ രാജ്യത്ത് സമാധാനമില്ലേ? നരേന്ദ്രമോദി ഭരിച്ച എല്ലാ സമയത്തും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി. അതാണ് ഭയങ്കര സമാധാനം അവിടെ ഉണ്ടല്ലോ. എവിടെ സമാധാനം നടക്കുന്ന മറ്റേ ഈ 1992 നല്ല സമാധാനം കൊടുത്തില്ല ഉത്തർപ്രദേശില്.
ആര് ആരാ ആരാ ഭരിച്ച്? കോൺഗ്രസ് തന്നെ ഭരിച്ചത് നോക്കണ്ട, ഭരിച്ച് നോക്കാണ്ട് പിന്നെ ഭരിച്ചോല് ഉത്തരവാദിത്തല്ലേ സമാധാനം ഉണ്ടാക്കാറില്ല? അവിടെ ഒരു പള്ളി വന്നു, ആ പള്ളി ഭരിച്ചോല് ഉത്തരവാദിത്തല്ലേ സുഹൃത്തെ? ഭരിച്ചത് ആരാണോ അവര് ഉത്തരവാദിത്തല്ലേ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാറുണ്ട്. അതന്നെ, അത് പൊളിക്കാനുള്ള സൗകര്യം ഓറായിക്കോട്ടെ. അതാരാ? കോൺഗ്രസ് അല്ല ഭരിച്ചിന്? അതന്നെ. പിന്നെ കോൺഗ്രസ് വിളിച്ചറിഞ്ഞു. അല്ല, ഇതിപ്പം ഒരു നിങ്ങളാണ് പറഞ്ഞത് അതിന്റെ മുമ്പ് ഇങ്ങനെ സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇതിന്റെ മുമ്പ് അങ്ങനെ സമാധാനം ഇല്ലാന്ന്. സമാധാനം മൊത്തത്തില് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അതെ, കോൺഗ്രസ് ഭരിച്ചാറുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്നെ സമ്മതിച്ചല്ലോ. ഇല്ലാന്ന് പറയുന്നത് ഞാന്. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മള് ഈ സ്പെഷ്യൽ ഇപ്പൊ കേരളത്തിലല്ലേ അല്ലേ, സമാധാനം ഉണ്ടാവും. എന്തുകൊണ്ടാന്നറിയാ, ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഇപ്പൊ ഉത്തർപ്രദേശിൽ ഫസലിന്റെ ഉള്ളില് നല്ലൊരു നന്മ ഉണ്ട്. അത് എന്റെ ഉള്ളിൽ നന്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, ഇല്ലേ? നിങ്ങൾ ഈ ജൂതരാഷ്ട്രത്തിൽ പോണ്ട്, നിങ്ങൾ ഇവിടുന്ന് തെന്നിയിട്ട് ഒന്ന് ഉത്തർപ്രദേശിലും അതുപോലെ കുറെ മറ്റേ ഇപ്പൊ നിങ്ങൾ ഇവിടെ പോയോ? അവിടെ ഉത്തർപ്രദേശിലും താമസിച്ചിട്ടുണ്ട്, ഡൽഹിയിലും താമസിച്ചിട്ടുണ്ട്, ത്രിപുര ഒന്ന് പോയൊക്കെ. 12 വയസ്സിലെ ഒരു കുട്ടീനെ ബലാത്സംഗം ചെയ്തിട്ട് അല്ല പൊന്നും. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യമാണ്. ഈ കേരളത്തിൽ എത്ര പീഡനം നടന്നതാ? ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോടാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരാളെ കഴുത്തങ്ങ് വെട്ടി കൊന്നതാ ഈ കേരളത്തില്. അങ്ങനെ ആ വിഷയം എടുത്ത് ഞാൻ അത് തലയിക്കിടരുത് ഒരു ഭരണത്തിന്റെ കൂടി. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിൽ സമാധാനം. ഏറ്റവും കൂടുതൽ ആ നമ്മളെ പുറത്ത് സംസ്ഥാനങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ വലട്ട് നടന്നത് പുറത്തായിട്ടാ. നിങ്ങൾ കേരളത്തിൽ ഒന്ന് വലട്ട് നോക്കിയാൽ മതി, ഇഷ്ടം പോലെ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ലല്ല, കേരളത്തിൽ എത്ര ആളുകൾ പീഡിപ്പിക്കില്ല? ഇവിടെ പീഡനല്ലേ? കേരളത്തിൽ പീഡനല്ലേ? കേരളത്തിൽ പീഡനല്ലേ? അല്ലല്ല, കേരളത്തിൽ പീഡനല്ലേ? ഒന്ന് മാറ്റി വെക്കി. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയും. ഈ കേരളത്തിൽ പീഡനം നടക്കല്ലേ? ഇല്ലാന്ന് പറയുന്നില്ലല്ലോ. പിന്നെ അത്രേ ഉള്ളൂ. ആ ഓർമ്മ ഉണ്ടാച്ചാൽ മതി. അതല്ലാന്ന്, അത്ര മാത്രം ഓർമ്മ ഉണ്ടാച്ചാൽ മതി. ഞാനിപ്പോ പുറത്താണുള്ളത്. എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ വയലൻസും ഇതെല്ലാം വന്നത്. സോഷ്യൽ മീഡിയ മുമ്പായിരുന്നു മലബാർ കലാപൊക്കെ ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മയില്ല? 1921 മലബാർ കലാപത്തിൽ എന്ത് സോഷ്യൽ മീഡിയ എന്ത് തേങ്ങാനുള്ളത്? അതില്ലല്ലോ. നിങ്ങൾ അങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളോട് പറയില്ല. അല്ലല്ല, ഈ സോഷ്യൽ മീഡിയന്റെ കാലത്താണോ 1921 മലബാർ കലാപം ആണോ? അല്ലേ? മാറാട് കലാപം ഉണ്ടായതോ മലബാർ കലാപം ഉണ്ടായതോ ഒന്നും ഈ സോഷ്യൽ മീഡിയന്റെ കാലത്ത്. സോഷ്യൽ മീഡിയന്റെ കാലത്ത് ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കലാപം ഉണ്ടായില്ല. അതിലും നല്ല ഇത് നമ്മള് ഈ ഇന്ത്യ രാജ്യം കേരളത്തിലല്ലേ? ഞാനും കേരളത്തിലല്ലേ? നമ്മൾ അത് പറയാ. എന്നിട്ടാ പോരെ പുറത്തേക്ക് പോന്ന്? ഇനി പുറത്തേക്ക് പറയണോ? ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഏത് വേണമെങ്കിലും പറയാം. നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നടന്ന ഒരു കലാപം പറയുമെന്ന് കേൾക്കാനാ? കലാപത്തിനല്ല, എന്താ നിങ്ങൾ കലാപം പറഞ്ഞത്? അല്ല, കലാപം എന്നല്ല പറയുന്നത്. സോഷ്യൽ മീഡിയ ഉണ്ടായാണ് ഫുള്ള് പ്രശ്നം. ഞാൻ നിങ്ങളോട് അല്ല, ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ, ഈ നിങ്ങൾ പറയുന്നത് ഈ എന്താണ് ബലാത്സംഗം ഇത് പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ന്യൂസ് ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾ പെട്ടെന്ന് അറിയുന്നതല്ലോ. ഇപ്പൊ ശരി, നിങ്ങൾ പിന്നെ വിളിക്കാണ്, ഞാൻ സംസാരിക്കാം. ഓക്കെ, ശരി.